ശ്രീ പത്മനാഭൻ, ഇവിടെ ഇപ്പോൾ മലപ്പുറം വിഭജനം പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. മലപ്പുറം വിഭജന ചർച്ച വരുമ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് എതിർപ്പുമായി BJP എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നോക്കൂ, ഇപ്പോൾ മൂവാറ്റുപുഴ അവിടെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. എറണാകുളം ജില്ലയുടെ മലയോര മേഖലയാണ്. അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടി അവിടെ വികസനം എത്തേണ്ടുന്നതിൻ്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടിയാണ് അത്തരം ഒരു കാര്യം വെക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലേക്ക് വന്നാൽ നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ച് ഒരു ജില്ലാ രൂപീകരണം എന്ന ആവശ്യം, അതിനാണ് പ്രാമുഖ്യം നൽകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്നത് കേരളത്തിൻ്റെ സമഗ്ര വികസനമാണ്. അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ എല്ലാവരിലേക്കും എത്തുന്നു എന്ന് ഉറപ്പാക്കലാണ്. കേരളം മൊത്തത്തിൽ ഒരു വികസനത്തിൻ്റെ ഭാഗമായി മാറുന്നു എന്ന് ഉറപ്പാക്കലാണ്. അങ്ങനെ ഒരു ലക്ഷ്യവുമായി ഈ ജില്ലാ വിഭജനം എന്നത് ചർച്ചയിലേക്ക് വന്നാൽ BJP അതിനെ പിന്തുണയ്ക്കുമോ? കേരള സംസ്ഥാനം പുതിയ ജില്ലകൾ ഉണ്ടാക്കാൻ പറ്റാത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ 4-5 സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. കാരണം അത്രയും രൂക്ഷമാണ് ഇവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധി. അതവിടെ നിൽക്കട്ടെ. എന്താ ജില്ലയുടെ മാനദണ്ഡം? ജനസംഖ്യ. എന്നാൽ ഞാൻ പറയാം, താനെ ജില്ല, മുംബൈയിലെ മഹാരാഷ്ട്രയിലെ താനെ ജില്ലയിലെ ജനസംഖ്യ 1,11,06,000. താനെ ജില്ലയിലുള്ള വികസനം കേരളത്തിൽ എവിടെയും നടക്കുന്നുണ്ടോ? ഇനി രണ്ടാമത്തെ ഏറ്റവും വലിയ, നിൽക്കട്ടെ ഞാൻ പറയട്ടെ, കേരളത്തിലെ ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ജില്ല നോർത്ത് 24 പർഗാനാസ്, ബംഗാളിലെ, അവിടുത്തെ ജനസംഖ്യ 1 കോടിയാണ്. അവിടെ വികസനമില്ല. ബംഗാളിൽ വികസനമില്ലാത്തത് ജില്ലയുടെ എണ്ണം കുറഞ്ഞതിനെ കൊണ്ടാണോ? ആണോ? ആരും വിശ്വസിക്കൂല. ബംഗാളിലെ വികസനമില്ലായ്മയുടെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇനി മൂന്നാമത്തെ ഏറ്റവും വലിയ ജില്ല ബാംഗ്ലൂർ ജില്ല, 98 ലക്ഷമാണ്. ബാംഗ്ലൂർ ജില്ലയിലുള്ള വികസനം കേരളത്തിൽ നടക്കുന്നുണ്ടോ? ലക്ഷക്കണക്കിന് മലയാളികൾ ഈ പറഞ്ഞ താനെയിലും ബാംഗ്ലൂരും പോയി സുഖമായിട്ട് ജീവിക്കുക. സുഖമായിട്ട്. താനെ മുംബൈ ബെൽറ്റിൽ 30 ലക്ഷം മലയാളികൾ. ബാംഗ്ലൂരിൽ എത്ര ലക്ഷമാണെന്ന് എൻ്റെ അടുത്ത് കണക്കില്ല. ഏതായാലും ഒരു 15 ലക്ഷം. ഇനി അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഏറ്റവും വലിയ ജില്ല, നാലാമത്തെ ഏറ്റവും വലിയ ജില്ല നമ്മുടെ ഇവിടെ മുംബൈ സബർബൻ, പൂനെ, 93 ലക്ഷമുള്ള പൂനെയില് കേരളത്തിൽ ഉള്ളതിനെക്കാട്ടും വികസനം ഉണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. ഇനി ബോംബെ സബർബൻ, ലക്ഷക്കണക്കിന് മലയാളികൾ ഈ പറയുന്ന പൂനെയിൽ താമസിക്കുന്നുണ്ട്. അപ്പോ വികസനവും ജില്ലയുടെ വലുപ്പവും തമ്മിലൊരു ബന്ധവുമില്ല. ഇനി ഭൂമിശാസ്ത്രപരമായ വലുപ്പമാണെങ്കിൽ അങ്ങനെയാണ് ഇടുക്കിയും പാലക്കാട് വിഭജിക്കും. എന്നിട്ട് ബാക്കി നമുക്ക് ചിന്തിക്കാം. അപ്പൊ ഇതൊന്നും അല്ല പ്രശ്നം. നമ്മൾ ജീവിക്കുന്നത് ഇന്റർനെറ്റ് യുഗത്തിലാണ്, ഓൺലൈൻ യുഗത്തിലാണ്. ഞാൻ കഴിഞ്ഞ 10 വർഷമായി എന്റെ വില്ലേജ് ഓഫീസിൽ നികുതി അടയ്ക്കാൻ പോകാറില്ല. ഞാൻ ഉള്ളൂർ പഞ്ചായത്ത് വില്ലേജ് ഓഫീസിൽ നികുതി അടയ്ക്കാൻ ഓൺലൈനാണ്. എന്തിനാ ഈ ഓൺലൈൻ സംവിധാനം? എന്തിനാ ഈ പറഞ്ഞ അക്ഷയ കേന്ദ്രം? എന്തിനാണ് ഈ CSC സെന്റർ? ഇതൊക്കെ എന്തിനാണ് ഈ സേവന കേന്ദ്രങ്ങളൊക്കെ? എല്ലാ സേവനങ്ങളും ഓൺലൈൻ ആക്കണം. എല്ലാ സേവനങ്ങളും ഓൺലൈനാണല്ലോ. അതിന്റെ സംവിധാനവും സാങ്കേതിക വിദ്യ എല്ലാവരുടെ കയ്യിലും, സ്കൂൾ പഠിക്കുന്ന കുട്ടികളുടെ കയ്യിൽ വരെ ആൻഡ്രോയിഡ് ഫോണും ഇന്റർനെറ്റ് കണക്ഷനും ഉണ്ടല്ലോ. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിന്റെ വലുപ്പം കുറയ്ക്കുക, ഗവൺമെന്റിന്റെ വലുപ്പം എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറയ്ക്കുക. അതാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇതൊക്കെ ചെലവാ. ഒരു ജില്ല രൂപീകരിച്ചാൽ 65 ഡിപ്പാർട്ട്മെന്റുകൾക്ക് ജില്ലാ ഓഫീസുകൾ വേണം. 65 എണ്ണം, ഇൻക്ലൂഡിംഗ് ജില്ലാ കോടതി, ജില്ലാ പോലീസ് ഓഫീസ് അടക്കം 65 എണ്ണം. ശ്രീ പത്മനാഭൻ, താങ്കൾ ഈ ചർച്ചയിൽ ആദ്യം മുതൽ തന്നെ ഉണ്ട്. മേരി ജോർജ് അക്കാര്യം ചൂണ്ടിക്കാട്ടിയത് താങ്കൾ കേട്ടിരിക്കും. പലതരത്തിലുള്ള നികുതിയേതര വരുമാനം ഉൾപ്പെടെ വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളത്തിന് അതിനുള്ള പണം കണ്ടെത്താം വേണമെങ്കിൽ എന്ന കാര്യം സൂചിപ്പിച്ചു. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഉത്തർപ്രദേശിൽ BJP ഭരിക്കുമ്പോൾ ജില്ലകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ ജില്ലകളുടെ എണ്ണം കൂട്ടാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. നമ്മൾ ജീവിക്കുന്ന കേരളത്തിലാണ്. ഇവിടുത്തെ കാര്യം നോക്ക്. താങ്കൾ പറഞ്ഞത് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളുടെ കാര്യമായിരുന്നു ഉദാഹരിച്ചത്. ഞാൻ പറയട്ടെ. മെനഞ്ഞാന്ന് ആലപ്പുഴയിൽ ഒരു തമാശ ഉണ്ടായി. കേൾക്കുമ്പോ സങ്കടം. എന്താ അറിയോ? അവിടെ കുടുംബശ്രീക്കാർ ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നു. അവർക്ക് 4 മാസമായി ശമ്പളം കൊടുത്തിട്ട് 32 ലക്ഷം രൂപ മെനഞ്ഞാന്ന് സുരേഷ് ഗോപി കൊടുക്കുക. എന്താ വാഗ്ദാനം അറിയോ? ഇതാ നാളെ തിങ്കളാഴ്ച കൊടുക്കുന്നു. എന്നാ വെച്ചാൽ
ഈ ഉത്രാട തലേന്ന് പൈസ കൊടുത്തിട്ട് ഉത്രാടത്തിന് സാധനമൊക്കെ വാങ്ങി ഓണം ആഘോഷിക്കണം. 4 മാസത്തെ ശമ്പളം, 4 മാസത്തെ ശമ്പളം. ആർക്ക്? പട്ടിണിപ്പാവങ്ങൾക്ക്, വാടക വീട്ടിൽ താമസിക്കുന്ന അന്നന്ന് കിട്ടുന്നതിനെ കൊണ്ട് കഴിയുന്ന പട്ടിണിപ്പാവങ്ങൾക്ക് ആലപ്പുഴയിൽ 4 മാസത്തെ ശമ്പളം 54 സഹോദരിമാർക്ക്, അമ്മമാർക്ക്, 54 പേർക്ക് 32 ലക്ഷം രൂപ കൊടുത്തിട്ടില്ല. സുരേഷ് ഗോപിയെ കൊടുത്തത്. ഇനി സുരേഷ് ഗോപിക്ക് ഇത് പാസ്സായിട്ട് തിരിച്ചു കൊടുക്കാമെന്ന് ഉദ്യോഗസ്ഥന്മാർ പരസ്യമായി കണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, ഞാൻ മേരി ടീച്ചർ പറഞ്ഞതിനോട് യോജിക്കുന്നു, പകുതി യോജിക്കും. എന്താ? നിങ്ങൾ ആദ്യം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തും. പുതിയ ചെലവുകൾക്കുള്ള മാർഗങ്ങളല്ല കണ്ടെത്തേണ്ടത്. 65 ജില്ലാ ഓഫീസുകൾ സൃഷ്ടിക്കണം. ഏക്കർ കണക്കിന് സ്ഥലം വേണം, കാറ് വേണം, വാഹനം വേണം. പിന്നെ ഇവർക്കൊക്കെ 1.25 ലക്ഷം രൂപ ശമ്പളം. കളക്ടർ ശമ്പളം എത്രയാ? മറ്റേ ഡെപ്യൂട്ടി കളക്ടർ ശമ്പളം എത്രയാ? തഹസിൽദാർ ശമ്പളം എത്രയാ? ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ശമ്പളം എത്രയാ? ജില്ലാ ജഡ്ജിന്റെ ശമ്പളം എത്രയാ? ഇതിനൊക്കെ സംവിധാനം ഉണ്ടാക്കണം. ജില്ലാ പോലീസ് കമ്മീഷണർ, സൂപ്രണ്ടിന്റെ ശമ്പളം എത്രയാ? ഈ സംവിധാനങ്ങൾ മുഴുവൻ കണ്ടെത്താനാണ്. നിങ്ങൾ മേരി ടീച്ചർ പറഞ്ഞതുപോലെ അത് ചെയ്യ്. എന്നിട്ട് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്ത്. ഉത്തർപ്രദേശിൽ പലതും സംഭവിക്കും. അവിടുത്തെ കാര്യം നോക്കാൻ അവിടെ ഒരു സർക്കാരുണ്ട്. അവിടുത്തെ ജനങ്ങൾ നോക്കിക്കോളൂ. അത് ശരി, താങ്കൾ മറ്റ് സംസ്ഥാനങ്ങളെ കുറിച്ച് ഉദാഹരിച്ച സാഹചര്യത്തിലാണ് ഞാൻ ആ കാര്യം ചോദിച്ചത്. ഒരൊറ്റ കാര്യം കൂടി, ആദ്യഘട്ടത്തിൽ ഒരൊറ്റ കാര്യം കൂടി എനിക്കറിയണം. ഈ നെയ്യാറ്റിൻകര വിഭജിച്ച് മറ്റൊരു ജില്ലാ രൂപീകരണം പ്രാദേശികമായി BJP കൂടി അതിന് പിന്തുണയ്ക്കുന്നു എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ BJPക്കും അനുകൂലമായ ഒരു തീരുമാനമാണ് ആ നീക്കത്തിൽ ഉള്ളത് എന്നറിയുന്നു. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്ത്. എന്നിട്ട് നിങ്ങൾ വേണം 10 ജില്ല ഉണ്ടായി, ഒരു കുഴപ്പമില്ല. ശരി, സാമ്പത്തികം മെച്ചമാക്കിയിട്ട് ജില്ലകൾ വിഭജിച്ചോളൂ എന്നതാണ് BJP പ്രതിനിധി പറയുന്നത്. ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ ഗോപകുമാർ, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.